ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കാം. ഒരു വാനിലേൻ്റെ കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ 3 മുട്ടക്കാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. 3 മുട്ടക്ക് 3/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് മൈദയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒക്കെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസൊക്കെ ചേർത്ത് എല്ലാം കൂടി അടിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ ഇത് പുഡിംഗ് ട്രേയിലേക്ക് തന്നെയാണ് ഒഴിച്ചിട്ട് ഓവനിൽ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഓവനിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ചത്. ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി കുറച്ച് ക്രീം ചീസ്, പിന്നെ മിൽക്ക് മെയ്ഡ്, റെയിൻബോൻ്റെ മിൽക്ക്, അതുപോലെ നെസ്റ്റിൽ ക്രീം എടുത്തത്. നെസ്റ്റിൽ ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിയാനോ ക്രീം എടുക്കുക. ഞാനിപ്പോൾ നെസ്റ്റിൽ ക്രീം കുറച്ച് വലിയ ട്രേ ആയതുകൊണ്ട് 2 നെസ്റ്റിൽ ക്രീം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതുപോലെ റെയിൻബോ മിൽക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് റെയിൻബോ മിൽക്ക് ഇല്ലെങ്കിൽ പാലിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ റെയിൻബോ മിൽക്ക് ആകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകുക. ഇനിയിപ്പോൾ ഇതാ നെസ്റ്റിൽ ക്രീമും ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ ക്രീം ചീസും മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നതാണ്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ചൈന ഗ്രാസോ അതുപോലെ ജലാറ്റിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിപ്പം ഈ ക്രീം ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഇതിതാ സെറ്റായിട്ട് നമുക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോ സ്കിപ്പായി പോയതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ക്രീമും ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിപ്പോൾ ജലാറ്റിനും ചൈന ഗ്രാസൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനുണ്ടാക്കിയ പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റാണിത്. ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമലൈക്കും. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.